നമസ്കാരം, എല്ലാവർക്കും സോഷ്യോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമ്മളിപ്പോ ഈ തേർഡ് ചാപ്റ്ററിൽ പറയുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ചേഞ്ചിൽ സെക്കൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ കാസ്റ്റിന് ശേഷമുള്ള ട്രൈബ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ആ ട്രൈബിന്റെ തന്നെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മെയിൻ സ്ട്രീം ടുവേർഡ്സ് ദ ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രങ്ങളെ പറ്റിയുള്ള മുഖ്യധാര വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യൂ പോയിന്റുകളാണ് ഗോത്രങ്ങളെ പറ്റിയുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം, കൊളോണിയൽ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ആദ്യകാലത്തെ നരവംശ ശാസ്ത്രജ്ഞർ, ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ കെട്ടുറപ്പുള്ളതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ആ സമുദായങ്ങളെ അല്ലെങ്കിൽ ഗോത്രങ്ങളെ കുറിച്ച് ആദ്യകാലത്ത് ചിത്രീകരിച്ചിരുന്നത്. കാരണം ആദ്യകാലത്തെ അറിവുകളെല്ലാം തന്നെ നരവംശ ശാസ്ത്രജ്ഞരാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഗോത്രങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത് അതേ രീതിയിലാണ്. അതുകൊണ്ട് കൊളോണിയലിസം അവരുടെ ലോകത്തെ ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് ആക്കി മാറ്റിമറിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യമേ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തത്തിൽ ചേഞ്ചുകൾ സംഭവിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അതേപോലെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലും ഇതേ രീതിയിലുള്ള ഒരു ചേഞ്ചസുകൾ സംഭവിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. കാരണം അവരുടെ പഴയ കാല ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും സാധിക്കാത്ത വിധത്തിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക്, പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിന് ഗോത്രങ്ങളെ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്തത് വിധേയമായി കൊണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഗോത്ര സമൂഹങ്ങളിലേക്ക് ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ പണമിടപാടുകാരായിട്ടുള്ള ആൾക്കാർ അവർ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരോട് എന്ത് ചെയ്യുന്നു, ഭൂമി അവർ കയ്യേറുന്നു. കാരണം ഗോത്രവർഗ്ഗക്കാർ വളരെ ഇലിറ്ററസി ആയിട്ടുള്ള അല്ലെങ്കിൽ നിരക്ഷരരായിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർഭരരായി ചൂഷണം ചെയ്യുക തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അതേപോലെ തന്നെ ഗോത്രേതര കുടിയേറ്റക്കാർ, അതായത് ഗോത്രക്കാരല്ലാത്ത അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽ പെടാത്ത പുറമേ നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കുടിയേറുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കുടിയേറ്റ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി കൈയടക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി എന്ന് പറയുന്നത് ഗോത്രത്തിന്റെ മൊത്തത്തിലുള്ളതാണ്. അത് ഓരോ പേഴ്സണൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ഭൂമി ഇല്ല. നമുക്കൊക്കെയുള്ള സെപ്പറേറ്റ് ഭൂമി ഉണ്ടാവില്ലേ, നമുക്കാണെങ്കിലും നമ്മുടെ ബ്രദറിനോ സിസ്റ്ററിനാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ഭൂമികളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വീടുണ്ടാവും. പക്ഷെ അവിടെ ഗോത്രത്തിന് മൊത്തത്തിലുള്ളത് ആയതുകൊണ്ട് തന്നെ ഭൂമി പെട്ടെന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരുടെ വനത്തിലേക്കുള്ള അവരുടെ ഈ പറയുന്ന സ്വതന്ത്ര പ്രവേശനം എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട്, അതായത് ഗോത്രവർഗ്ഗക്കാർ നിങ്ങൾക്കറിയാലോ, ഹണ്ടേഴ്സ് ഗാദേഴ്സ് ആയിട്ടൊക്കെ വളർന്ന ആൾക്കാരാണ്, വേട്ടയാടി നടന്ന മനുഷ്യന്മാരാണ്, കാട്ടിലൂടെ ഇഷ്ടംപോലെ നടന്നാണ്. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇവരെ ഇത് സ്വതന്ത്രമായിട്ട് കാട്ടിലൂടെയുള്ള ഇവരുടെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഗവൺമെന്റും അവരെന്ത് ചെയ്തു, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു, മാക്സിമം ചൂഷണം ചെയ്തു എന്ന് തന്നെ വേണം പറയണം. കാരണം അതിനാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന അതേ തന്ത്രം തന്നെയാണ് സ്വതന്ത്രമാക്കപ്പെട്ടപ്പോഴും ഇന്ത്യയിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണ്, റിസർവ് വനങ്ങൾ രൂപീകരിക്കുക എന്ന നയമാണ് എന്ത് ചെയ്തത്, ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വനങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ, അവിടെ നിന്ന് മൈനിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, റോ മെറ്റീരിയൽസ് പോലെയുള്ള മൈനിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത് ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ വനമേഖലകളിൽ നിന്നിട്ടാണ്. കാരണം സ്വാഭാവികമായും വനമേഖലകളിലേക്കുള്ള ഗോത്രവർഗ്ഗക്കാരുടെ സ്വതന്ത്ര പ്രവേശനം എന്ത് ചെയ്യുന്നുണ്ട്, വിലക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. ദെൻ ഇതേപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റ് മേഖലകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റിന് ലഭിച്ചിരുന്ന പ്രധാന വരുമാനം, അതായത് ഗോത്രവർഗ്ഗക്കാരെ അപേക്ഷിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പ്രധാനമായിട്ട് നയിച്ചത് എന്താണ്, ഭൂനികുതികൾ മാത്രമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ, എന്നാൽ ഗോത്രവർഗത്തിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ്, മലമ്പ്രദേശങ്ങൾ, മലകൾ, കാര്യങ്ങളൊക്കെ, കുന്നുകളൊക്കെ ഇടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ വനപ്രദേശങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലമ്പൂരിന്റെ തേക്ക് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ദെൻ അതേപോലെ കൊളോണിയൽ ഗവൺമെന്റ് ഇതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, പ്രകൃതി വിഭവങ്ങളെ എല്ലാം തന്നെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വനോൽപ്പന്നങ്ങളായിട്ടും ധാതുക്കളായിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 18-19 നൂറ്റാണ്ടുകളിലെ 18th 19th സെഞ്ചുറികളിൽ ഈ പറയുന്ന ഗോത്രപ്രദേശത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കലാപങ്ങളെ തുടർന്നിട്ടാണ് കൊളോണിയൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ പറയുന്ന ബഹിഷ്കൃത പ്രദേശങ്ങളും ബാഹിക ബഹിഷ്കൃത പ്രദേശങ്ങളും, അതായത് എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് എന്ന രീതിയിൽ രണ്ടായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം 18-19 നൂറ്റാണ്ടിൽ എല്ലാ എക്സ്പ്ലോയിറ്റേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അവർ റിയാക്ട് ചെയ്തു. അങ്ങനെ റിയാക്ട് ചെയ്ത കലാപത്തെ തുടർന്ന് എന്തുണ്ടായി, കൊളോണിയൽ ഗവൺമെന്റ് കലാപങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന ബഹിഷ്കൃത പ്രദേശങ്ങളും അല്ലെങ്കിൽ ഭാഗിക ബഹിഷ്കൃത പ്രദേശങ്ങൾ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ബഹിഷ്കൃതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ജനങ്ങൾക്ക് പ്രവേശനം
ഫുള്ളായിട്ട് എന്ത് ചെയ്തു, നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവർക്ക് ഒരു എൻട്രി പോലും ഉണ്ടായിരുന്നില്ല. എൻട്രി റെസ്ട്രിക്റ്റഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഭാഗിക നിയന്ത്രണ പ്രദേശങ്ങൾ എന്താണ്, അവർക്കുള്ള പ്രവേശനം എന്ത് ചെയ്തു, നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം ഈ പ്രദേശങ്ങളിലെ പ്രാദേശിക രാജാക്കന്മാരെ അല്ലെങ്കിൽ അവിടുത്തെ മൂപ്പന്മാരെ ഉപയോഗിച്ചിട്ട്, ഹെഡ്മാൻ എന്ന് പറയുന്ന മൂപ്പന്മാരെ സഹായത്തോടെയാണ് ആ കാലഘട്ടങ്ങളിൽ പരോക്ഷമായിട്ടുള്ള ഭരണം ആര് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഗോത്രവർഗക്കാരെ ബാഹ്യലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗത്തിന് എന്നുള്ള ഒരു സങ്കല്പത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1940കളിൽ ഒരു ഡിബേറ്റ് നടക്കുന്നത്. നമ്മൾ തൊട്ടു മുന്നേ ഒരു ഡിബേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഡിബേറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്. രണ്ട് വ്യക്തികളാണ് ഈ ഡിബേറ്റിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന്, 1940കളിൽ ഗോത്രവർഗം എന്ന് പറയുന്ന ബാഹ്യലോകവുമായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത വിഭാഗങ്ങൾ, മാറി നിൽക്കുന്ന ഒരു വിഭാഗം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഗോത്ര വിഭാഗങ്ങളെ 1940കളിൽ വേർതിരിക്കൽ വേഴ്സസ് ഉദ്ഗ്രഥനം, അതായത് ഐസൊലേഷൻ വേഴ്സസ് ഇന്റഗ്രേഷൻ ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഇതില് ഉയർന്നു വന്നത് വേർതിരിക്കൽ വാദത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്, ആ ഡിബേറ്റിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത് വെറിയർ എൽവിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ദെൻ അതേപോലെ തന്നെ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഇന്റഗ്രേഷണലിസ്റ്റ് എന്ന് പറയുന്നത് GS ഗുരയാണ്. GS ഗുരേനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഡിബേറ്റ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതില് ആദ്യം ഈ പറയുന്ന വെറിയൽ എർവിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1940കളിൽ അറിയാലോ, ഗോത്രവർഗത്തെ മാറ്റി നിർത്തപ്പെട്ട, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിഭാഗം എന്ന രീതിയിൽ നോക്കിക്കാണുന്ന സമയത്ത് ഗോത്രവർഗക്കാരെ മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ചു നിർത്തണമെന്ന് ഈ പറയുന്ന വേർതിരിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്ന ഐസൊലേഷനിസ്റ്റുകളായിട്ടുള്ള വെറിയൽ എർവിനെ പോലുള്ള ആൾക്കാർ വാദിച്ചു. കാരണം എന്താണ്, ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ അവിടെ എന്ത് വരുന്നുണ്ട്, വ്യാപാരികൾ വരുന്നുണ്ട്, പണമിടപാടുകാർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ, കാരണം ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ, ഇവരിൽ നിന്നെല്ലാം തന്നെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ട് ഗോത്രവർഗക്കാരെ എന്ത് ചെയ്യണം, മാറ്റി നിർത്തണം. അല്ലെങ്കിൽ അവരെന്താവും, ഭൂരഹിതരായിട്ടുള്ള, ഭൂമി ഇല്ലാത്ത ജനങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ്. അങ്ങനെ ഗോത്രവർഗക്കാർ എന്ത് ചെയ്തില്ലെങ്കിൽ, മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ, ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് ഈ പറയുന്ന രീതിയിൽ എന്തും അവരൊരു ഭൂമി ഇല്ലാത്ത ആൾക്കാരായിട്ട് ഈ ഭൂമിയിൽ ഗോത്രവർഗങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റീസണായി മാറും എന്നുള്ളതാണ് വേർതിരിക്കൽ വാദത്തിൽ നിന്നുള്ള ഡിബേറ്റിൽ പറഞ്ഞിട്ടുള്ള വെറിയർ എൽവിനെ പോലെയുള്ള ഐസൊലേഷനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ GS ഗുരയെ പോലെയുള്ള ഇന്റഗ്രേഷണലിസ്റ്റുകൾ എന്താണ് പറഞ്ഞത്, നേരെ മറിച്ചാണ് എന്ത് പറയുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നേരത്തെ പറഞ്ഞ ഹൈന്ദവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിന്റെ ആ ഒരു ബേസിൽ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണം എന്നുള്ളതാണ് ആര് പറയുന്നത്, ഉദ്ഗ്രഥനവാദികൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷണലിസ്റ്റ് GS ഗുരയെ പോലെയുള്ള ഇന്റഗ്രേഷണലിസ്റ്റുകൾ പറയുന്ന ഡിബേറ്റിൽ പറയുന്ന ഒരു പോയിന്റ് അതാണ്. കാരണം പിന്നോക്ക ഹിന്ദുക്കളായിട്ട് ആരെ കാണണം, ബാക്ക്വേർഡ് ഹിന്ദുസ് ആയിട്ട് ആരെ കാണണം, ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കാണണം എന്നുള്ളതാണ്. കാരണം ഗോത്രവർഗക്കാരെ മുഖ്യധാര ഹൈന്ദവ വിഭാഗത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാഗമായി കണ്ടു കഴിഞ്ഞാൽ ഗോത്രവർഗക്കാർ പിന്നോക്ക ഹിന്ദുക്കളായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പട്ടികജാതി പോലെയുള്ള മറ്റ് പിന്നോക്ക ബാക്ക്വേർഡ് കാസ്റ്റിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ രീതിയിൽ അതേ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് ആര് പറഞ്ഞത്, ഉദ്ഗ്രഥനിസ്റ്റുകൾ അല്ലെങ്കിൽ ഉദ്ഗ്രഥനവാദികൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷണലിസ്റ്റ് പോലെയുള്ള GS ഗുരയെ പോലെയുള്ള ആൾക്കാർ. അപ്പം 1947 ഈ പറയുന്ന വേർതിരിക്കൽ നയത്തിന്റെ അല്ലെങ്കിൽ ഐസൊലേഷനത്തിന്റെ വെറിയർ എൽവിനും അതേപോലെ തന്നെ 1940കളിലെ സെയിം ഡിബേറ്റ് GS ഗുരയുടെ ഐസൊലേഷനിസ്റ്റുകളും ഇന്റഗ്രേഷനിസ്റ്റുകളും തമ്മിലുള്ള ഈ ഒരു ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ സംഭവം ഏറെ കാലം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ ഒരു വിരുദ്ധ വീക്ഷണമുള്ള നിലപാട് അനുകൂലിച്ചുകൊണ്ടും അതേപോലെ തന്നെ പ്രതികൂലിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ അല്ലെങ്കിൽ സംവാദങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒടുവിലെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്രവർഗക്കാരെ നിയന്ത്രിതമായ തോതിൽ മുഖ്യധാരാ സമൂഹവുമായി ബന്ധിപ്പിക്കാൻ എന്നുള്ള ഒരു തീരുമാനമാണ് ഈ ചർച്ചയുടെ അവസാനവും അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അവസാനവും നമ്മൾ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ഗോത്രവർഗക്കാരെ നിയന്ത്രിതമായിട്ടുള്ള തോതിൽ മുഖ്യധാരാ സമൂഹവുമായിട്ട് എന്ത് ചെയ്യും,
കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാക്കപ്പെട്ടു. പക്ഷേ ഇങ്ങനെ മുഖ്യധാരാ സമൂഹവുമായിട്ട് നിയന്ത്രിത ഉത്ഗ്രഥന സാധ്യമാകുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ അവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അതിനു വേണ്ടിയിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള 5 ഇയർ പ്ലാൻസിലൂടെയും അതേപോലെ തന്നെ ഗോത്ര ഉപ പദ്ധതികളിലൂടെയും ദെൻ അതേപോലെ തന്നെ ഗോത്രക്ഷേമ ബ്ലോക്കുകളിലൂടെയും ദെൻ അതേപോലെ തന്നെ പ്രത്യേക വിവിധ ഉദ്ദേശ പദ്ധതികളിലൂടെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രദേശ പദ്ധതികളുടെയും ഒക്കെ ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരെ ഈ പറയുന്ന രീതിയിൽ അവരെ നിയന്ത്രിതമായ തോതിൽ മുഖ്യധാരാ സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് അവർക്കൊരു സംരക്ഷണ ഗവൺമെന്റ് നൽകണമെന്ന് നിയമനിർമ്മാണ സഭയിലുണ്ടായ ഈ ഡിബേറ്റിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചവത്സര പദ്ധതികളിലും ഗോത്ര ഉപ ബ്ലോക്ക് പദ്ധതികളിലും പ്രത്യേക വിവിധ ഉദ്ദേശ പദ്ധതികളിലും എല്ലാമായിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതേപോലെ പദ്ധതികളിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്തത്. എന്നാൽ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പിൻകാല ഗോത്ര വികസന പദ്ധതികളുടെ ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ആ ചിന്താ രീതിയെ തന്നെ മുറുകെ പിടിച്ചിട്ടായിരുന്നു. കാരണം അവര് മുഖ്യ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കൽ പോലും എന്നാൽ ഗോത്ര സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ ഉദ്ഗ്രഥനവാദികളെ അല്ലെങ്കിൽ ഇന്റഗ്രേഷണലിസ്റ്റുകളായിട്ടുള്ള GS ഗുരയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്താരീതി കൊണ്ടുവരികയും സ്വന്തം ആവശ്യങ്ങൾ ഈ ഗോത്രവർഗ്ഗക്കാർക്ക് സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും, നമുക്ക് ആർക്കാണെങ്കിലും സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും, അഭിലാഷങ്ങളുണ്ടാവും, അല്ലെ? അവർ ജീവിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്തു, ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കപ്പെട്ടപ്പോൾ സമൂഹത്തിൽ ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് അതിന്റെ എന്തായത് അതൊരു തിരിച്ചടി നേരിടുന്ന രീതിയിലുണ്ടായത്. കാരണം ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടെ ഭൂമിയും വനവും എല്ലാം തന്നെ എന്ത് ചെയ്തു നഷ്ടപ്പെടാൻ ഈ പദ്ധതികളൊക്കെ കാരണമായി എന്നുള്ളതാണ്. ഒക്കെ അവരുടെ ഉത്ഗ്രഥനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്, അവരൊരു അപ്ലിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതികളാണ്. പക്ഷെ ആ പദ്ധതികളൊക്കെ എന്ത് ചെയ്തു, ഗോത്ര സമൂഹങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൂമിയും വനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ കാരണമായി എന്നുള്ളതാണ്. കാരണം അവരുടെ സമുദായങ്ങൾ വികസനത്തിന്റെ പേരിൽ തർക്കം അല്ലെങ്കിൽ എന്താ പറഞ്ഞു തകർന്നടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയണം, അല്ലെങ്കിൽ തകർക്കപ്പെട്ടു തന്നെ പറയേണ്ടി വരും. കാരണം ആ പേര് പറഞ്ഞ് വികസനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഇല്ലാതാക്കപ്പെട്ടത്. അത് കൊളോണിയൽ കാലഘട്ടത്തിലായും അതിനുശേഷം വന്ന നെഹ്റുവിന്റെ കാലഘട്ടത്തിലായാലും. കാരണം ഗോത്രങ്ങളോടുള്ള രാഷ്ട്രത്തിന്റെ വീക്ഷണത്തിന്റെയും നയങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ വികസനത്തിന്റെ അടിയന്തര ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നത്. നെഹ്റുവിന്റെ കാലഘട്ടം എടുക്കുന്നത് നമുക്കറിയാം. നെഹ്റു ആണ് ആദ്യത്തെ ഫസ്റ്റ് 3 ഇലക്ഷൻസിലും ജയിച്ചത് നെഹ്റു ആണ്. അതിങ്ങനെ കോൺഗ്രസിന്റെ ഒരു ഡോമിനൻസ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് അതെന്ന് പറയുന്നത്. അങ്ങനെ നെഹ്റു കൊണ്ടുവന്ന 5 ഇയർ പ്ലാൻസുകളെല്ലാം തന്നെ പഞ്ചവർഷ പദ്ധതികൾ നിങ്ങൾക്കറിയാം. ആദ്യത്തേത് അഗ്രികൾച്ചർ കാർഷികത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ രണ്ടാമത് വ്യവസായ വികസനങ്ങൾക്ക് ഹെവി ഇൻഡസ്ട്രിയൽസിനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻസ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പഞ്ചവത്സര പദ്ധതികളിൽ കാർഷിക വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നടത്തിക്കൊണ്ട് നടന്നപ്പോൾ തുടർന്ന് വന്ന ഗവൺമെന്റ് ഇതേ സമീപനമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സമീപനം സ്വീകരിക്കപ്പെടുമ്പോൾ രണ്ടാമത് ഈ പറയുന്ന ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് വൻകിട അണക്കെട്ടുകൾ അല്ലെങ്കിൽ ഫാക്ടറികൾ അല്ലെങ്കിൽ ഖനികൾ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടിയില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കപ്പെടുന്നത് ഗോത്രവർഗ്ഗക്കാർ താമസിച്ചു പോരുന്ന അവരുടെ സ്വന്തം സ്ഥലമായി അംഗീകരിക്കപ്പെടുന്ന കാലങ്ങൾക്ക് മുന്നേ അവർക്ക് വേണ്ടിയിട്ട് അംഗീകരിക്കപ്പെട്ട അവരുടെ സ്ഥലങ്ങളിലാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം തന്നെ ദേശീയ വികസനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ ചെയ്യപ്പെട്ടിട്ട് ഗോത്ര സമുദായങ്ങൾ അവരുടെ വികസനത്തിന്റെ പേരിൽ ആ ഒരു സമുദായത്തെ തകർക്കപ്പെടുകയാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. അപ്പം ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ പറയുന്ന ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്. 1940s ഡിബേറ്റ് വരുന്നത്. വെറിയർ എൽവിൻ ആണ് വേർതിരിക്കൽ നയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഐസൊലേഷനിസ്റ്റുകളായിട്ട് വരുന്നത്. GS ഗുരയാണ് ഈ പറയുന്ന ഉദ്ഗ്രഥനവാദികള് അല്ലെങ്കിൽ ഇന്റഗ്രേഷനിസ്റ്റ് എന്ന് പറയുന്നത്. വെറിയർ എൽവിൻ എന്താണ് പറയുന്നത്, എല്ലാവരെയും മാറ്റി നിർത്തണം എന്നാണ്. പണമിടപാടുകാരെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും എല്ലാവരെയും മാറ്റി നിർത്തിയില്ലെങ്കിൽ ഗോത്ര സമുദായം ഉണ്ടാവില്ല, അവരെല്ലാവരും എന്ത് ചെയ്യും, ഗോത്രത്തെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും. എന്നാൽ GS ഗുരെ പറയുന്നത് എന്താണ്, ഉദ്ഗ്രഥനവാദികൾ എന്താണ് പറയുന്നത്, അവരെ ഹിന്ദു സമൂഹത്തിന്റെ ബാക്ക്വേർഡ് ഹിന്ദുസ് ആക്കണം, പട്ടികജാതി വിഭാഗങ്ങളെ പോലെയുള്ള ശൂദ്രാസ് വിഭാഗങ്ങളെ പോലെയുള്ള ആൾക്കാരാക്കി മാറ്റണം. എന്നിട്ട് അതേപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം. അങ്ങനെയാണ് നിയമനിർമ്മാണ സഭയിൽ ഈ പറയുന്ന രീതിയിൽ അവരെ മുഖ്യധാര സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് പദ്ധതികളും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. പക്ഷെ അതൊക്കെ അവർക്ക് തകർച്ചയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ദേശീയ വികസനം ഗോത്ര വികസനത്തിന് എതിരായിട്ട് മാറുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. യെസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഡെവലപ്മെന്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെന്റ്. അതായത്
ദേശീയ വികസനം എങ്ങനെയാണ് ഗോത്ര വികസനത്തിന് എതിരായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നമ്മൾ മുൻപേ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം എന്തെങ്കിലും നമുക്ക് പറയാം. കാരണം ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ സൊസൈറ്റി എടുക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ഗോത്രങ്ങൾ ഏറ്റവും വില നൽകേണ്ടി വന്നൊരു വിഭാഗം എന്ന് പറയുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. കാരണം ഏറ്റവും കൂടുതൽ അവരുടെ മേഖലയിലാണ് ഡെവലപ്മെന്റിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പദ്ധതി പ്രദേശങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെ റോ മെറ്റീരിയൽസ്, ഈ ധാതു സമ്പത്തുകളും വന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ജലവൈദ്യുത പദ്ധതികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റും വൻകിട അണക്കെട്ടുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഗോത്രപ്രദേശത്തെ തെരഞ്ഞെടുക്കുന്നതിനും സ്വാഭാവികമായും ഗോത്രവർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന ഏരിയകളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവൺമെന്റ്. അതുകൊണ്ട് അവരുടെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്തരത്തിലുള്ള വികസനം, ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് സമൂഹത്തിലെ മുഖ്യധാരയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമൂഹത്തിലെ ഹയർ കാസ്റ്റ് വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മുഖ്യധാര സമൂഹങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് ഇതേ കാലഘട്ടത്തിലാണ്. എന്നാൽ ഗോത്രവർഗ്ഗക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ചെലവില് അല്ലെങ്കിൽ അവര് ഈ പറയുന്ന രീതിയിൽ അവരുടെ ചെലവിൽ നേട്ടങ്ങൾ കൊയ്യുകയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗോത്രവർഗ്ഗക്കാരുടെ ചെലവിലാണ് എന്ത് ചെയ്തത്, സമൂഹത്തിലെ മുഖ്യധാര വിഭാഗങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തത്, നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ സമൂഹത്തിലെ മറ്റുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ വികസനത്തിന് വേണ്ടിയിട്ട് ഗോത്ര വിഭാഗങ്ങൾക്ക് അവരുടെ മണ്ണും വിഭവങ്ങളും ഒക്കെ തന്നെ എല്ലതും സർവ്വതും നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഗോത്ര സമുദായങ്ങൾ കാടുകളെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് ജീവിച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മളിത് തുടക്കത്തിലെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവർക്ക് ആ കാട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത് ഏറ്റവും കൂടുതൽ അവർക്കൊരു ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻസ് നടത്തപ്പെട്ടത് ഇതേപോലെയുള്ള കാടുകളിലാണ്. ഏറ്റവും കൂടുതൽ അപ്പം ഇങ്ങനെ ഒരു പ്രവണത തന്നെയാണ് എന്ത് ചെയ്തത്, സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഒരു ഭൂമിയെ ഒരു സ്വകാര്യ ഭൂമിയാക്കി മാറ്റുമ്പോൾ അത് പൊതുവായിട്ടുള്ള ഒരു സ്വത്താണ് ആരത്, ട്രൈബൽ കമ്മ്യൂണിറ്റി. അങ്ങനെ അത് ഒരു സ്വകാര്യ സ്വത്തായിട്ട് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. കാരണം ഇങ്ങനെ സ്വകാര്യ ഉടമസ്ഥാവകാശം നടപ്പിലാക്കുന്ന സമയത്ത് അത് ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി കൂട്ടമായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അപ്പം ഓരോ വിഭാഗത്തിന് ഒരാൾക്കും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പുതിയ സമ്പ്രദായത്തിൽ അവർക്ക് ഒരു ഭൂമി കിട്ടാത്ത ഒരവസ്ഥയെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഭൂമിയൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാലോ, ഭൂപരിഷ്കരണം ഗവൺമെന്റ് കൊണ്ടുവന്നത് ഇത്ര ഹെക്ടർ വലിയ ഭൂമിയുള്ള ആൾക്കാരെ ബലഭൂഷ്ടതയ്ക്ക് അനുസരിച്ച് ഭൂമിയുടെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്ന ഒരു ഭൂനികുതി അല്ലെങ്കിൽ ഭൂപരിധി നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഭൂപരിധി കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ എഫക്ട് ചെയ്യപ്പെട്ട ഏത് വിഭാഗത്തിനാണ്, ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി. കാരണം എന്താണ്, അവർക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. ആ ഭൂമിയൊന്നും ഒരിക്കലും ഓരോ ഇൻഡിവിജ്വൽ പാർട്ടല്ല, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്തു, അത് ഇൻഡിവിജ്വൽ പാർട്ടായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കിയപ്പോൾ ഭൂമിയുടെ മേലുണ്ടായിരുന്ന അവർക്കുണ്ടായിരുന്ന പൊതുവായിട്ടുള്ള ഉടമസ്ഥാവകാശം, അങ്ങനെ തന്നെ പറയണം, പൊതു ഉടമസ്ഥാവകാശം എന്ത് ചെയ്തു, അവർക്ക് ദോഷകരമായി മാറി. കാരണം എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നർമ്മദയിലെ അണക്കെട്ടുകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലും എല്ലാത്തിലൊക്കെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിയിലും നമ്മൾ പറയുന്നുണ്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം അവിടെ ഒരു അണക്കെട്ടിന്റെ പരമ്പര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കോട്ടവും നേട്ടവും എല്ലാ സമുദായങ്ങൾക്കും ഒരേ അനുപാതകത്തിലല്ല എന്ത് ചെയ്തത്, കിട്ടിയിട്ടുള്ളത്. നേട്ടം കിട്ടിയ ആൾക്കാർക്ക് നല്ലപോലെ നേട്ടം കിട്ടി, കോട്ടം കിട്ടിയവർക്ക് ഇഷ്ടം പോലെ കിട്ടി. കാരണം അത് ലഭിച്ചത് സ്വകാര്യ ഭൂ ഉടമസ്ഥകൾക്കും അല്ലെങ്കിൽ ഗോത്ര ഇതര പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കാണ്. ഈ നർമ്മദ ബച്ചാവോ പോലെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് അണക്കെട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പൊതു ഉടമസ്ഥതയിലുള്ള ആൾക്കാർക്ക്, നിലനിൽക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് അത് ദോഷമായി മാറിയപ്പം സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരല്ലാത്ത വിഭാഗങ്ങൾക്കും ഭൂ ഉടമകൾക്കൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ലാഭകരമായി മാറിയിട്ടുണ്ടാകുന്നത്. ഇങ്ങനെ ഗോത്രവർഗ്ഗക്കാർ കേന്ദ്രീകരിച്ചിരുന്ന പല പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളും ദേശീയ വികസനത്തിന്റെ, നാഷണൽ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യ കാലഘട്ടം മുതൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും കണ്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഗോത്രവിഭാഗങ്ങളുടെ വൻകിട കുടിയേറ്റത്തിന് ഈ പറയുന്ന അല്ലെങ്കിൽ ഗോത്ര ഇതര വിഭാഗങ്ങൾ, അതായത് ഗോത്രത്തിന് പുറത്തുള്ള ആൾക്കാരുടെ ഒരു വൻ കുടിയേറ്റമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. കാരണം
അവരുടെ സംസ്കാരം, അതായത് ഗോത്ര വിഭാഗത്തിലേക്ക് പുറമേ നിന്നുള്ളവരുടെ സംസ്കാരം വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരം ഇല്ലാതായി തീരും, അല്ലെങ്കിൽ ശിഥിലീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ഒരു സംസ്കാരത്തിലേക്ക് പുറമേ നിന്നുള്ള ഒരാൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ സംസ്കാരം ഇല്ലാതായി തീരുകയാണ്. കുറെ ആൾക്കാർ നമ്മളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. കാരണം ഗോത്ര ജനസംഖ്യയിൽ അത് നമുക്ക് എഫക്റ്റ് ആയിട്ട് കാണാം. കാരണം നമ്മൾ മധ്യ ഇന്ത്യയിൽ 85% പോപ്പുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, എക്സ്പെഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് മുതൽ ഒറീസന്റെ വരെ ഈ ജാർഖണ്ഡൊക്കെ അതിൽ വിടുന്ന പ്രദേശമാണ്. കാരണം അതിൽ ഗോത്ര ജനസംഖ്യയിൽ ഗണ്യമായ മാറ്റങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം ജാർഖണ്ഡിൽ എടുത്താൽ മതി. കാരണം ജാർഖണ്ഡിലാണ് ആ കാലഘട്ടങ്ങളിൽ വ്യവസായശാലകളിലൊക്കെ ഏറ്റവും കൂടുതൽ പുറമേ നിന്നുള്ള ആൾക്കാർ കുടിയേറ്റി വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് സ്വന്തമായി ഭൂമിയും കിട്ടാതായി, അവർക്ക് സ്വന്തമായി വ്യവസായശാലകൾ ജോലിയും കിട്ടാതായി. അതോടുകൂടി ജാർഖണ്ഡിലൊക്കെ എന്ത് ചെയ്തു, ഗോത്ര ജനസംഖ്യയിൽ എന്ത് ചെയ്തു, ഗണ്യമായിട്ടുള്ള കുറവ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇങ്ങനെ പുറമേ നിന്നുള്ള ആൾക്കാർ ഗോത്ര വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഇങ്ങനെ കുടിയേറിയതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജാർഖണ്ഡിൽ, ദെൻ അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെയുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ത്രിപുരയിലൊക്കെ ഗോത്ര വിഭാഗത്തിന്റെ എണ്ണം പതിറ്റാണ്ടുകളിൽ നിന്ന് പകുതിയായിട്ട് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ത്രിപുരയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അരുണാചൽ പ്രദേശിലും അത്തരം ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഈ പറയുന്ന നാഷണൽ ഡെവലപ്മെന്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെന്റിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നാഷണൽ ഡെവലപ്മെന്റ് എല്ലാം തന്നെ നടപ്പിലാക്കുമ്പോൾ ട്രൈബൽ ഡെവലപ്മെന്റ് വെറും പേരിൽ മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ ആ പേര് കൊണ്ട് ഏറ്റവും എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ച വിഭാഗം അവരുടെ പോപ്പുലേഷൻ തന്നെ കുറയാൻ കാരണമായി എന്നുള്ളതാണ്. അങ്ങനെ പോപ്പുലേഷൻ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ പറയുന്ന നാഷണൽ ഡെവലപ്മെന്റ് വന്നു. അവിടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോത്ര സ്വത്വം അല്ലെങ്കിൽ ട്രൈബൽ ഐഡന്റിറ്റി ടുഡേ, ഇന്ന് എങ്ങനെയാണ് ട്രൈബൽ ഐഡന്റിറ്റി ഉള്ളത് എന്നുള്ളതാണ്. പണ്ട് കാലത്തുള്ള ട്രൈബൽ ഐഡന്റിറ്റി ആണോ ഇപ്പോഴുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഗോത്ര സ്വത്വം ഇന്ന് എങ്ങനെയാണ്, ട്രൈബൽ ഐഡന്റിറ്റി ടുഡേ, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. ട്രൈബൽസിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഗോത്രസ്വത്വത്തിന്റെ ഐഡന്റിറ്റി ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്ര സമുദായങ്ങളെ ഈ പറയുന്ന മുഖ്യധാരാ സമൂഹങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ഇഷ്ടപ്രകാരമായിട്ട് അല്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം. കാരണം അവരുടെ ഇഷ്ടപ്രകാരമല്ല എന്ത് ചെയ്തത്, അവര് മുഖ്യധാരാ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പറയുന്ന മുഖ്യധാരാ പ്രക്രിയകളിൽ അല്ലെങ്കിൽ പ്രോസസ്സുകൾ എല്ലാം തന്നെ അവരെ മനഃപൂർവ്വം നിർബന്ധിച്ച് എന്ത് ചെയ്യുകയാണ്, അവരെ പങ്കെടുപ്പിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരത്തെയും അല്ലെങ്കിൽ അവരുടെ സമൂഹത്തെയും അല്ലെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയും ഏറ്റവും കൂടുതൽ അതെന്ത് ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ സ്വാധീനിച്ചു എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഗോത്രങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഈ പറയുന്ന അല്ലെങ്കിൽ സ്വത്വം രൂപീകരിക്കപ്പെടുന്നതിന് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഗോത്ര സ്വത്വങ്ങൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഗോത്രങ്ങളുടെ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രൈബൽ ഐഡന്റിറ്റീസ് രൂപീകരിക്കപ്പെടുന്നത് ഗോത്രങ്ങളുടെ തനത് സവിശേഷതകൾ എന്താണോ ഗോത്രം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ആ സവിശേഷതകളിൽ നിന്നല്ല, മറിച്ച് ഗോത്രങ്ങൾക്ക് തനതായ സവിശേഷതകൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെപ്പോലെയുള്ള ബാഹ്യലോകവുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെ ഇടപെടലുകളിലൂടെ എന്ത് ചെയ്തു, അവർക്ക് അവരുടെ തനതായിട്ടുള്ള അവരുടെ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സ്വത്തങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടമായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം മുഖ്യധാരാ സമൂഹവുമായിട്ടുള്ള മെയിൻ സ്ട്രീം ആയിട്ടുള്ള അവരുടെ പരസ്പര പ്രവർത്തനം എന്ന് പറയുന്ന ഇന്ററാക്ഷൻസിലൂടെ ഈ പറയുന്ന രീതിയിൽ ഇന്നത്തെ ഗോത്ര സ്വത്തങ്ങൾ എല്ലാം തന്നെ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ മുഖ്യധാരയുമായിട്ടുള്ള പരസ്പര പ്രവർത്തനങ്ങൾ ഗോത്രങ്ങൾക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല എന്ന് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ്. കാരണം കൊളോണിയൽ കാലഘട്ടത്തെ കടുത്ത ചൂഷണത്തിന് അവർ വിധേയമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഇന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഗോത്ര ഇതര അല്ലെങ്കിൽ ഗോത്രത്തിന് പുറത്തുള്ള ഗോത്ര ഇതര ലോകത്തിന്റെ എന്താ പറയുന്നത്, ആ പുറത്തുള്ള ആൾക്കാർ, ഗോത്രത്തിന് പുറത്തുള്ള ആൾക്കാർ അതിമാത്രമായ ശക്തിക്കെതിരെ ആ ശക്തിക്കെതിരെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്ത് ചെയ്യുകയുണ്ടായി, ഗോത്രവർഗ്ഗക്കാർ ചെറുത്തു നിൽക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. കൊളോണിയൽ കാലഘട്ടത്തിലെ ചൂഷണങ്ങൾക്ക് പോരാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വീണ്ടും ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെതിരായിട്ട് അവരെന്ത് ചെയ്തു, അവർക്കെതിരെ പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പുകളും തുടങ്ങി എന്നുള്ളതാണ്. ഈ പോരാട്ടം ഗോത്ര സ്വത്വത്തിന്റെ ഗോത്ര ഐഡന്റിറ്റിയുടെ ഒരു പ്രധാന ഘടകമായിട്ട് തീരുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോത്ര ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രൈബൽ സ്വത്വം എന്ന് പറയുന്നത് ഈ ഗോത്ര സ്വത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം
പോരാട്ടത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള ചില വിജയങ്ങൾ കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഗോത്ര വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെ കുറെ കാലഘട്ടങ്ങൾ എടുത്തിട്ട് സുദീർഘമായിട്ടുള്ള പോരാട്ടത്തിന് ഒടുവിലാണ് അവർക്ക് ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ടായത്, ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം, അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം, അങ്ങനെ സംസ്ഥാനങ്ങളുടെ പദവി നേടിയെടുക്കാൻ ആർക്ക് പറ്റി, ഗോത്ര വിഭാഗങ്ങൾക്ക് സാധിച്ചു. എന്നാൽ ഇതേപോലെ ജാർഖണ്ഡും ഛത്തീസ്ഗഡിനൊക്കെ സംസ്ഥാന പദവി ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിലും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ നേടിയെടുത്ത അവരുടെ നേട്ടങ്ങളെല്ലാം തന്നെ ക്രിയാത്മകമായി കുറച്ചു കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം, പല പ്രശ്നങ്ങളും അവർക്കുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അവിടെ പൗരസ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റിന്റെ കാലത്ത് നിന്ന് പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നതും അല്ലെങ്കിൽ നിലനിന്ന് പോരുന്നതും. കാരണം കടുത്ത നിയന്ത്രണങ്ങളുടെ കീഴിലാണ് നോർത്ത് ഈസ്റ്റിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ അവരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, വിധേയമായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ജീവിച്ചു പോരുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂര്, നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ജനങ്ങൾ ഇന്ത്യയിലെ മറ്റു പൗരന്മാർക്ക് കിട്ടുന്ന അവകാശങ്ങളൊന്നും അവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല, അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള പീപ്പിൾസിന് കിട്ടുന്നില്ല, അവിടെയുള്ള ആർക്കും കിട്ടുന്നില്ല. കാരണം അങ്ങനെയുള്ള അവരുടെ സംസ്ഥാനങ്ങൾ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അസ്താസ്യ പ്രദേശങ്ങളായിട്ട് നടപ്പിലാക്കപ്പെട്ടുകയാണ് ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെട്ടുകയാണ്. ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയാസ് എന്ന രീതിയിലാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത്. അവിടെ എല്ലാം തന്നെ അതുമായിട്ടാണ് ഗവൺമെന്റിന് എതിരായിട്ടുള്ള സായുധ കലാപങ്ങള് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടം മുതൽ ഇപ്പോഴുള്ള കാലഘട്ടം വരെ ഉണ്ടാകുന്നത്. ഇങ്ങനെ രാഷ്ട്രം സായുധ കലാപങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും അടിച്ചമർത്തൽ നേരിടും. അങ്ങനെ ഈ ആൾക്കാരെ ഇപ്പോഴും ഗവൺമെന്റ് അടിച്ചമർത്തുകയാണ്. ഇരോം ശർമിളയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കറിയാം, ഞാനത് അധികം പറയുന്നില്ല. കാരണം ഇങ്ങനെ വീണ്ടുമുള്ള കലാപങ്ങൾ ആ കാലഘട്ടങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ വടക്കിഴക്കൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ സമൂഹത്തിലും ഇതേ രീതിയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള പൗരസ്വാതന്ത്ര്യം നിഷേധിക്കൽ പോലെയുള്ള ഗവൺമെന്റിന്റെ നടപടികളുമായിട്ട്. കാരണം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം ജാർഖണ്ഡ് എടുക്കുവാണെങ്കിലും ഛത്തീസ്ഗഡ് എടുക്കുകയാണെങ്കിലും എന്നീ പ്രദേശങ്ങൾക്ക് പുതിയതായി കിട്ടിയ സംസ്ഥാന പദവി അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഛത്തീസ്ഗഡിനെയും അല്ലെങ്കിൽ ജാർഖണ്ഡിനെയും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ഒരു സ്വയം ഭരണം ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതെ ഭരിക്കപ്പെട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യത്യസ്തമായുള്ള ഒരു കാരണം. കാരണം ഇത്തരമൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് അധികാരമൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ അഭ്യസ്ത വിദ്യരായ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗം ക്രമേണ എന്ത് ചെയ്തു, ഒറിജിൻ ചെയ്തു ഉയർന്നു വന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നത് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ പണ്ടത്തെ മാതിരിയുള്ള ആൾക്കാരെന്നല്ല, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്ന ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് പീപ്പിൾസിനെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ നോർത്ത് ഈസ്റ്റ് വിഭാഗത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആൾക്കാരാണ്. കുറെ ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ പെടുന്ന കുറെ ആൾക്കാർ, നിങ്ങൾക്ക് കാണുന്ന ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നപ്പോൾ അവർക്ക് വലിയ ഒരു ഗോത്ര വിഭാഗങ്ങളുടെ അംഗങ്ങളിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് എന്ത് ചെയ്തു, റിസർവേഷൻ കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ റിസർവേഷൻ കൊണ്ടുവന്നു, വിദ്യാഭ്യാസപരമായ റിസർവേഷൻ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഗോത്ര സമുദായങ്ങൾക്കിടയിൽ മിഡിൽ ക്ലാസ് പീപ്പിൾസിനെ ഈ പറയുന്ന മധ്യവർഗത്തിന്റെ വളർച്ച എന്ത് ചെയ്തു, അത് സഹായിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സംവരണം കൊണ്ടുവന്നപ്പോഴാണ് ഗോത്രവർഗങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു നാഗരികമായിട്ടുള്ള ഒരു അർബൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വിഭാഗത്തെ സൃഷ്ടിക്കാൻ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ സംവരണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഗോത്ര സമുദായങ്ങൾക്കിടയിൽ വേർതിരിവുകളും അതോടുകൂടി ഉണ്ടായി തുടങ്ങി. ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് രൂപപ്പെട്ടതോടുകൂടി ഗോത്ര വിഭാഗങ്ങൾക്ക് ഇടയിലും എന്തുണ്ടായി, ഈ പറയുന്ന രീതിയിൽ വേർതിരിവുകൾ ക്രമേണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് ഗോത്ര ഐഡന്റിറ്റിയെ ഈ പറയുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കാനുള്ള വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള എന്തുണ്ടായി, മാറ്റങ്ങളും അല്ലെങ്കിൽ വേർതിരിവുകളും ഒക്കെ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്.
കാരണം ഉദാഹരണത്തിന് ഗോത്ര സമുദായങ്ങളെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഈ ദരിദ്രരായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാരുണ്ട്, തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങൾ എന്തുണ്ട് ഈ പറയുന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാനുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ദരിദ്രരായിട്ടുള്ള വിഭാഗങ്ങൾ, ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരു വിഭാഗം ഒരു പ്രസ്ഥാനമായിട്ട് വരുമ്പോൾ, തൊട്ടിപ്പുറത്ത് വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാർ വേറൊരു വിഭാഗമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾസ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾസ് വേറെ ഒരു ട്രൈബൽ ഐഡന്റിറ്റിയുമായിട്ട് വരുന്നു. ഇങ്ങനെ അവരുടെ ഐഡന്റിറ്റീസ് ഉയർത്തിപ്പിടിക്കാൻ വ്യത്യസ്ത വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, അവർക്കിടയിൽ തന്നെ വേർതിരിവുണ്ടായിട്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ സംവരണത്തിൽ വേർതിരിവുണ്ടായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഗോത്ര പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിൽ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാരണങ്ങളാണ്, രണ്ട് റീസൺസ് ആണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഗോത്ര പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിന്, അല്ലെങ്കിൽ ട്രൈബൽ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള പ്രധാന 2 റീസൺസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഭൂമി, വനം എന്നിവയെ പോലുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക, ഭൂമിയെയും വനത്തെ പോലെയുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക വിഭവങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതിൽ ഒന്നാമത്തത്. ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ട്രൈബൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളുടെ ഇതേ രീതിയിലുള്ള എന്തുണ്ടാവുന്നത്, ഗോത്രവർഗ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്, ഭൂമി വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്നിവയെ പോലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിഭവവുമായി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഗോത്ര പ്രസ്ഥാനങ്ങൾ, ട്രൈബൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. രണ്ടാമത്തത് അവരുടെ വംശീയ സാംസ്കാരിക ഐഡന്റിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹിരോൺ ഷർമിളയുടെ ഒക്കെ ആ ഒരു സംഭവമൊക്കെ അതിന് കൂട്ടിച്ചേർത്ത് വായിക്കണം. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് അവരുടെ വംശീയ സാംസ്കാരിക സ്വത്വവുമായി, ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈസ് ആൻഡ് കൾച്ചറൽ ആയിട്ട് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ ട്രൈബൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഗോത്ര പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ട്രൈബൽ മൂവ്മെന്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ഗോത്ര പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരാനുണ്ടായ കാരണങ്ങൾ. ഈ രണ്ട് പ്രശ്നങ്ങളും പലപ്പോഴും ഒരുമിച്ച് തന്നെയാണ് പോകാറുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഗോത്ര സമൂഹത്തെ എടുത്തു നോക്കുന്ന സമയത്ത് അതിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് അവ വേറിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഗോത്ര സമൂഹത്തിലെ മധ്യവർഗ്ഗങ്ങൾ, മിഡിൽ ക്ലാസ് പീപ്പിൾസ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ മിഡിൽ ക്ലാസ് പീപ്പിൾസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗോത്ര ഐഡന്റിറ്റി, അവരുടെ ഗോത്ര സ്വത്വം എന്ത് ചെയ്യുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നതിനും ഉയർത്തിപ്പിടിക്കുന്നതിനും കാരണങ്ങൾ ദരിദ്രരും അഭ്യസ്തവിദ്യരായ ഗോത്ര വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗോത്ര പ്രസ്ഥാനങ്ങളിൽ അണിചേരുന്നതിന്റെ കാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വനവും അല്ലെങ്കിൽ ഭൂമിയുമായി പ്രധാനപ്പെട്ട സാമ്പത്തിക വിഭവങ്ങളുമായി നിയന്ത്രണം, അതിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അതിനാണ് ഒന്നാമത്തെ ഗോത്ര പ്രസ്ഥാനം ഉണ്ടാവുന്നത്, ട്രൈബൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സാംസ്കാരിക ഐഡന്റിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വംശീയ സാംസ്കാരിക സ്വത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് രണ്ടാമത്തെ ഉണ്ടാകുന്നത്. ഈ രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് തന്നെയാണ് പോവാറ്. എന്നാൽ ഗോത്ര സമൂഹത്തിന്റെ വ്യത്യസ്തത അത് വേറിട്ട് തന്നെ നിൽക്കാറുണ്ട് പലപ്പോഴായിട്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ഗോത്ര സമൂഹത്തിന്റെ മധ്യവർഗ്ഗങ്ങൾ, മിഡിൽ ക്ലാസ് പീപ്പിൾസ് അവരുടെ ഗോത്ര സ്വത്വം പ്രഖ്യാപിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ദരിദ്രരും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടാത്തവരുമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ ഈ പറയുന്ന ഗോത്ര പ്രസ്ഥാനങ്ങളിൽ, ട്രൈബൽ മൂവ്മെന്റിൽ അണിചേരുന്നതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പാഠത്തിന്റെ സോഷ്യൽ കണ്ടിന്യൂറ്റി ചേഞ്ച്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ചേഞ്ചിന്റെ സെക്കൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മൾ ഇതോടുകൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ക്ലാസിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള മെയിൻ സ്ട്രീം ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ട്രൈബാണ്. അതായത് ഗോത്രങ്ങളെ പറ്റിയുള്ള മുഖ്യധാര വീക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ ഒരു ഡിബേറ്റ് പറഞ്ഞു 1940s വെറിയർ എൽവിൻ എന്ന് പറയുന്ന വേർതിരിക്കൽവാദികളുടെയും അല്ലെങ്കിൽ ഐസൊലേഷനിസ്റ്റുകളുടെയും GS ഗുരയെ പോലെയുള്ള ഉദ്ഗ്രഥനവാദികൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷനിസ്റ്റുകളുടെയും ഒരു ഡിബേറ്റ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നാഷണൽ ഡെവലപ്മെന്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെന്റ് ആണ്. ദേശീയ വികസനം എങ്ങനെയാണ് ഗോത്ര വികസനത്തിന് എതിരായിട്ട് മാറുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രൈബൽ ഐഡന്റിറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗോത്രസ്വത്വം ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ ഗോത്രസ്വത്വം ഉണ്ടായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നല്ല രീതിയിൽ ക്ലാസ് കാണുക. കണ്ടതിന് ശേഷം മാത്രം ഗൂഗിൾ മീറ്റിൽ വരിക, എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ തീർക്കാൻ. ദെൻ ഒരു ചോദ്യം കൂടി നിങ്ങളിലേക്ക് തരികയാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓൾറെഡി ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ആദ്യ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു, കൊളോണിയൽ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ പറഞ്ഞു. 2020 എത്തുമ്പോൾ എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം
സ്വയം വിലയിരുത്തുക. അതിന്റെ ഒരു നോട്ട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. 2020 എന്താണ് ഇപ്പോഴത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളതും ദെൻ അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഗോത്ര പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഏത് രീതിയിലുള്ള ഗോത്ര പ്രസ്ഥാനങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ നിലനിർന്നു പോകുന്നത് എന്നുള്ളത് 2 ചോദ്യങ്ങളും കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഞാൻ തരികയാണ്. അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ 2 ചോദ്യങ്ങളും എന്ത് ചെയ്യുക, അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഫാമിലി ആൻഡ് കിൻഷിപ്പുമായിട്ട് കാണുന്നത് വരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.